അങ്ങനെ വലിയ വിവാദങ്ങൾക്കൊക്കെയും ഒടുവിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് EP-യുടെ ജീവിതം. EP-യുടെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം പുറത്തിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഥയുടെ കുലപതി T പത്മനാഭന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ നിഖിൽ പറഞ്ഞു തരും. നിഖിൽ, കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ വമ്പൻ സംഭവങ്ങളൊക്കെ EP-യുടെ ആത്മകഥ പുറത്തിറങ്ങുന്നു എന്നതിൻ്റെ പേരിൽ അരങ്ങേറിയതും നമ്മളൊക്കെ കണ്ടതുമാണ്. ഒരു ഉപതിരഞ്ഞെടുപ്പ് ദിവസത്തിൽ അല്ലേ, കട്ടൻ ചായയും പരിപ്പോടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പുസ്തകം ഇറങ്ങിയതും അതൊരു മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഘട്ടമൊക്കെയായിരുന്നു. അതൊക്കെ കടന്നുപോയി, ആ കാലമൊക്കെ കടന്നു. EP-യുടെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഏതായാലും EP-യുടെ ആത്മകഥ ഈ പറഞ്ഞതുപോലെ വലിയ വിവാദങ്ങൾക്കും വലിയ ഒരുപാട് തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഒക്കെ പ്രചരിച്ചതിന് ശേഷം EP-യുടെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് EP-യുടെ ആത്മകഥയാണ്. ഏതായാലും EP ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ വിവാദങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ആ നിലയ്ക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും EP അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സമരങ്ങളുടെ കാര്യമായാലും പിന്നീട് മന്ത്രിയായ കാര്യം, LDF കൺവീനറായ കാര്യം, ഇങ്ങനെ EP-യുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ വിശദീകരണങ്ങൾ ഉൾപ്പെടെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഏതായാലും പുസ്തകം എത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരുപക്ഷെ EP-യെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന് നേരെ ട്രെയിനിൽ വെച്ചുണ്ടായ ആക്രമണമാണ്, വെടിവെപ്പാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന പേരിലാണ് ആദ്യത്തെ അധ്യായം EP-യുടെ ആത്മകഥയിൽ ഉള്ളത്. അതിൽ ആ സംഭവങ്ങൾ വിവരിക്കുന്നതിനോടൊപ്പം തന്നെ അന്ന് തന്നെ CPIM രാഷ്ട്രീയമായി ഉയർത്തിയ ആരോപണം K. സുധാകരനെതിരെയായിരുന്നു. ആ കേസിൽ K. സുധാകരൻ രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ EP ഈ പുസ്തകത്തിൽ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആത്മകഥയുടെ 129-ാമത്തെ പേജ് മുതൽ വിവാദങ്ങൾ എന്ന പേരിലാണ് EP ആ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് അറിയുന്നത് പോലെ പല ഘട്ടങ്ങളിൽ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി മാറിയ ഓരോ വിവാദങ്ങളെയും എടുത്ത് ആ വിവാദങ്ങൾക്ക് EP പലതും അതിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ആ വിവാദങ്ങൾക്കൊക്കെ EP-യുടേതായ വിശദീകരണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ ശേഷമാണ് പാർട്ടിയുടെ ശത്രുക്കൾ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ തുടങ്ങിയത്, അതിപ്പോഴും തുടരുന്നു. അതൊരു പക്ഷേ ആ വിവാദങ്ങളുടെ കാലക്രമം പറഞ്ഞ് EP ആ അധ്യായത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തുടങ്ങുന്നത് തന്നെ അദ്ദേഹം പറയുന്നത് വേളാപുരത്തെ ഐക്കലിൽ വീട് നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിലാണ് തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ തുടങ്ങുന്നത്. നമുക്കറിയുന്നത് പോലെ EP-യെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹം വീടിന് ചെങ്കൽ ഉപയോഗിച്ചു എന്ന കാര്യം ഉൾപ്പെടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്ന കാര്യം ഉൾപ്പെടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടങ്ങളിൽ വിവാദങ്ങളായി വന്നതാണ്. ആ വിവാദങ്ങളിലൊക്കെ എന്തായിരുന്നു അന്നത്തെ നിലപാട്, എന്താണ് അതിൻ്റെ വിശദീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം EP പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തെക്കുറിച്ചും ആ സമയത്തെ പാർട്ടിക്കുണ്ടായ തോൽവിയെക്കുറിച്ചും കൂടിയുള്ള പരാമർശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നു, TP ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് VS എത്തുന്നു. അത് നെയ്യാറ്റിൻകരയിലെ പരാജയത്തിൽ ഒരു നിർണായക ഘടകമായി തുടങ്ങിയ നേരത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങൾ കൂടി EP ആത്മകഥയിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ജീവിതം, അത് വായിക്കുമ്പോൾ കണ്ണൂരിൻ്റെ രാഷ്ട്രീയവും EP-യുടെ രാഷ്ട്രീയവും ഒക്കെ ഏറെക്കുറെ പൂർണ്ണമായും മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ ഹലോ മലയാളത്തിൽ EP വന്ന സമയത്തും EP പറയുന്നുണ്ടായിരുന്നു ഇത് ഒരു തുടക്കമാണ്, ഇനിയിപ്പം വരും ഓളിയങ്ങളും പ്രതീക്ഷിക്കാം, ആത്മകഥയുടെ അടുത്ത പതിപ്പുകളും രണ്ടാം ഒരു ഓളിയം കൂടി എഴുതുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം ഹലോ മലയാളത്തിലൂടെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇനിയിപ്പം എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നുണ്ട്, കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് EP ഇനി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം ഒരു കഥാകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ആയിക്കൂടെ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.